പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയ്ക്ക് മോശമായി അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് കുടുംബം പറയുന്നു. വിദഗ്ധ സംഘം എത്തി ആ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ വി എസ് ചികിത്സയിൽ കഴിയുന്നത്. നമുക്ക് ചന്തു ചന്ദ്രശേഖരനോട് ചോദിക്കാം എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ മെഡിക്കൽ കണ്ടീഷൻ എന്ന്. ചന്തു, ഗുഡ് മോർണിംഗ്. ചന്തു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞതും, അതുപോലെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില? ഇന്നൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഏത് സമയത്തോട് നമുക്ക് പ്രതീക്ഷിക്കാം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം SUT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനില അല്പം ഗുരുതരമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P ശശി അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം EEG ടെസ്റ്റും MRI സ്കാനിങ്ങും ഉൾപ്പെടെ ഉള്ളവ നടത്തുകയും ഡോക്ടർമാരുടെ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്തതിനു ശേഷം ആരോഗ്യനില കുറച്ച് തൃപ്തികരമായ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമായത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിലവിൽ തൽസ്ഥിതി തുടരുക തന്നെയാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ശ്വസനവും ഉൾപ്പെടെ കാര്യമായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ് അദ്ദേഹം പട്ടം SUT ആശുപത്രിയിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ വ്യക്തമാക്കിയത് അദ്ദേഹം ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നതായുമാണ് മകൻ പ്രതികരിക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ യോഗം ചേർന്നതിന് ശേഷം ഇന്ന് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പുറത്തിറങ്ങും. സാധാരണ ഒരു 11:30-12 മണിയോട് കൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങാറുള്ളത്. ഇന്നും ആ സമയത്തോട് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നതിന് കുറച്ച് വൈകിയിരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ശേഷം ഈ രോഗാവസ്ഥ കൂടുന്നത് അല്ലെങ്കിൽ ഗുരുതരമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സാഹചര്യത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധനയ്ക്കെത്തി. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ നില ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നേരത്തെ കുടുംബം വ്യക്തമാക്കുന്നതനുസരിച്ച് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് VSന്റെ ആരോഗ്യനിലയെ കാണുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യനിലയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ ചന്തു, അങ്ങനെ തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. അദ്ദേഹം വീണ്ടും ആരോഗ്യവാനായി തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം. നിലവിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ചന്തു ചന്ദ്രശേഖർ.